ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മ പ്രണാമം. ഉപാസന രഹസ്യങ്ങൾ എന്ന പോഡ്കാസ്റ്റിൻ്റെ രണ്ടാം ഭാഗത്ത് എന്താണ് ഉപാസന, എന്തിനാണ് ഉപാസന, എങ്ങനെയാണ് ഉപാസന പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉപാസന ചെയ്താലുള്ള ഗുണങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. ആദ്യ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഭാരതത്തിൻ്റെ ആധ്യാത്മിക പൈതൃകത്തെക്കുറിച്ച്. അതിൽ ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസത്തെക്കുറിച്ച്, ഏറ്റവും ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ ഉപാസന പഠിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭാരതത്തിൻ്റെ സാംസ്കാരിക മഹത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഉപാസന എന്നുള്ളത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനമായ ധർമ്മം. സനാതനം എന്ന വാക്കിന് ശാശ്വതവും അനശ്വരവും സാർവത്രികവും സാർവലൗകികവും സാർവകാലീനവും സാർവജനീനവുമായ ഒരു ഈശ്വരീയ വ്യവസ്ഥ എന്നാണ് അർത്ഥം. ധർമ്മത്തിനിവിടെ ഈശ്വരീയമായ വ്യവസ്ഥ എന്ന് നമുക്ക് പറയാം. എന്താണ് ഈശ്വരീയമായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉള്ളിലും നമ്മൾ ഈ കാണുന്ന ബൃഹത്തായ പ്രപഞ്ചത്തിലും ഉള്ള വ്യവസ്ഥ, ഈ സംവിധാനങ്ങളെ അങ്ങനെ നിലനിർത്തുന്ന ഒരു കോസ്മിക് ഇൻ്റലിജൻറ്റ്, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പൗരാണിക ഋഷി പറഞ്ഞത്. ആധുനിക ശാസ്ത്രം അതിനെ സെൽഫ് അവയർനെസ് യൂണിവേഴ്സ്, സ്വയം ബോധമുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നു. നോക്കൂ, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി അത് ശൂന്യാകാശത്താണ് നിൽക്കുക. നമ്മൾ ഭൂമിക്ക് അച്ചുതണ്ടുണ്ട് എന്ന് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂമിയെ താങ്ങി നിർത്താൻ, അതിൻ്റെ ചരിവിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പ്രത്യേകിച്ചൊരു അച്ചുതണ്ടില്ല, നമുക്കറിയാം അല്ലേ? അപ്പോൾ ഭൂമി ശൂന്യാകാശത്ത് നിലനിൽക്കുന്ന ഒരു ഗ്രഹമാണ്. എല്ലാ ഗ്രഹങ്ങളും ശൂന്യാകാശത്ത് നിലനിൽക്കുകയാണ്. അവയ്ക്ക് അവയുടേതായ ഓർബിറ്റുകൾ, അവയുടേതായ ഭ്രമണപഥങ്ങളുണ്ട്, ആകർഷണ വികർഷണ ശക്തികളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ശൂന്യാകാശത്ത് ഇത്രയും ഗ്രഹങ്ങളെ ഈ രീതിയിൽ നിലനിർത്തുന്നത് കൃത്യമായ അകലത്തിൽ അതിനെ ആകർഷിക്കുവാനും വികർഷിക്കുവാനും സ്വയം ഭ്രമണം ചെയ്യുവാനുമുള്ള കഴിവ് നൽകി. എന്നാൽ ഈ ഗ്രഹങ്ങളൊന്നും തന്നെ കൂട്ടിയിടിക്കാതെ ഇതിനെ നിലനിർത്തുന്ന ഒരു ശക്തി ഉണ്ടാവില്ലേ? നമ്മൾ പ്രപഞ്ചത്തെപ്പറ്റി, ഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇനി നമ്മുടെ ഭൂമി ഇത്ര ഡിഗ്രി ചരിവിൽ ഇത്ര വേഗത്തിൽ ആണത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കറങ്ങുന്ന ഒരു വസ്തുവിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നിലംപതിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണ ബലം എന്ന ശക്തി ഭൂമിക്ക് നൽകിക്കൊണ്ട് ഇവിടുത്തെ വ്യവസ്ഥ നിലനിർത്തുന്നു അല്ലേ? വ്യവസ്ഥയാണ്, ഈശ്വരൻ്റെ വ്യവസ്ഥയാണ്. അപ്പോൾ ഗ്രഹങ്ങളെ അവയുടേതായ ഭ്രമണപഥത്തിൽ കറക്കുന്നതും അതിനുള്ള ശക്തി നൽകുന്നതും പരസ്പരം കൂട്ടിയിടിക്കാതെ അവയെ സംരക്ഷിച്ചു നിർത്തുന്നതുമായ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്, ശൂന്യാകാശത്തിലുണ്ട്. നമ്മുടെ ഭൂമിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇത്ര ഡിഗ്രി ചരിവ്, അതിൻ്റെ സ്വയം ഭ്രമണം, ഇതിനെ സഹായിക്കുന്ന, ഇതിനെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ഒരു ശക്തിയുണ്ട്. ഇനി നമ്മൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഈശ്വരീയ വ്യവസ്ഥ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് നമ്മൾ അതിന് പറയുന്ന പേര്. ഈ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ഒരു വ്യവസ്ഥയാണ് ഒട്ടകത്തിനുള്ളത്. നമ്മൾ പറഞ്ഞു ഈശ്വരീയമായ വ്യവസ്ഥ, അതാണ് ധർമ്മം എന്നിവിടെ പറയുന്നത്. അതിന് ശക്തമായ തൊലി ഉണ്ട്, മണൽക്കാറ്റടിച്ച് അപകടം പറ്റാതിരിക്കാൻ ശക്തമായ തൊലി, ശക്തമായ കൈകാലുകൾ, നീളത്തിലുള്ള കൈകാലുകൾ, മണിക്കൂറുകളോളം ദിവസങ്ങളോളം വെള്ളം സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു പൂഞ്ഞി, മണൽക്കാറ്റടിച്ച് കണ്ണ് അപകടം പറ്റാതിരിക്കാൻ ശക്തമായ കൺപോളകൾ അതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകം എന്ന ജീവിക്ക് അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു ശരീരഘടന, ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ചില പ്രത്യേക സംവിധാനങ്ങൾ തന്നെ അതിൻ്റെ ശരീരത്തിൽ ഈ ഈശ്വരീയ വ്യവസ്ഥ നൽകിയിരിക്കുന്നു. നേരെ നമുക്ക് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകാം. ധ്രുവക്കരടികൾ, വെളുത്ത് നീണ്ട് ഇടതൂർന്ന് ഇരിക്കുന്ന രോമങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഇത്രനാൾ അതിൻ്റെ കൊഴുപ്പുകൾ കൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു ശാരീരിക വ്യവസ്ഥ, മഞ്ഞിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൈകാലുകൾ, അതിന് ആവശ്യമായ ശരീരഘടനയാണ് നൽകിയിരിക്കുന്നത്. നോക്കൂ, മരുഭൂമിയിലെ കപ്പലായിരിക്കുന്ന ഒട്ടകത്തെയും തണുപ്പുള്ള പ്രദേശത്തെ ധ്രുവക്കരടിയെയും ഈ വ്യവസ്ഥ തന്നെയാണ്, ഈ ഒരു ശാരീരിക ഘടന ഇത്തരത്തിലുള്ള കഴിവുകൾ നൽകി സംരക്ഷിക്കുന്നത്. നമുക്കറിയാം, വേനൽക്കാലത്താണ് നമ്മളുടെ നാട്ടിൽ ചക്കയും മാങ്ങയും ഒക്കെ ധാരാളം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? പ്രകൃതിയിൽ ചൂട് അധികരിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ആ ചൂടിനെ കുറച്ചു കൊണ്ടുവരുവാനും അവൻ്റെ ശരീരത്തിന് ആവശ്യമായ തണുപ്പ്, പോഷകാംശങ്ങൾ ലഭിക്കുവാനും വേണ്ടി പ്രകൃതി ഒരുക്കുന്നതാണ്. മഞ്ഞുകാലവും മഴക്കാലവും വേനൽക്കാലവും
വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങൾ ഈ ഭൂമിയിൽ രൂപപ്പെടുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന് അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പ്രകൃതി നൽകിയതാണ്. ഓക്സിജൻ നമുക്ക് വളരെ ഫ്രീ ആയി നമുക്ക് ഓക്സിജൻ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ കിട്ടുന്നു. ഒരു നിശ്ചിത അന്തരീക്ഷത്തിൻ്റെ ഒരു നിശ്ചിത അളവ് വരെ നമുക്ക് ഓക്സിജൻ തരുന്നു. അപ്പോൾ ഭൂമിയാകുന്ന ദേവി, ഭൂമിയാകുന്ന അമ്മ, അതാണ് നമ്മൾ പ്രകൃതി ഈശ്വരി, ഭൂമി ദേവി എന്ന് പറയുന്നത്. ഈ ദേവിയാണ് നമുക്ക് ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസ്ഥകൾ ഒരുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ദൈവീക വ്യവസ്ഥ അല്ലെങ്കിൽ ഈശ്വരീയ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭൂമിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിലേക്ക് വരൂ. നമ്മുടെ ശരീരത്തിൽ എത്രയെത്ര അവയവങ്ങളുണ്ട്. ബാഹ്യമായി കൈകൾ, കാലുകൾ, നമ്മളുടെ നട്ടെല്ല്, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇങ്ങനെയുള്ള ബാഹ്യമായി നമ്മൾ കാണാവുന്ന നമുക്കറിയാൻ സാധിക്കുന്ന അവയവങ്ങളുണ്ട്. അതുപോലെ ആന്തരികമായ അവയവങ്ങളുമുണ്ട് അല്ലേ? നമ്മുടെ തലച്ചോറ്, ശ്വാസകോശം, ഹൃദയം, കരൾ, വൃക്കകൾ, ആർട്ടറീസ്, വെയിൻസ്, ഗ്ലാൻസ്, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ, എൻസൈമുകൾ, ഇങ്ങനെയുള്ള വിവിധ വ്യവസ്ഥകൾ മനുഷ്യ ശരീരത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ബാഹ്യ ശരീരത്തെയും ആന്തരിക ശരീരത്തെയും ഇതിൻ്റെ നാഡീ സംവിധാനത്തെയും ന്യൂറോ സംവിധാനത്തെയും ഒക്കെ അതാത് രീതിയിൽ നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട്. എൻ്റെ ഹൃദയമാണ് ഇതെന്ന് പറയുമ്പോഴും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ഏത് എനർജി കൊണ്ടിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിനെ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഹൃദയമിടിപ്പ് നിന്നാൽ സ്വാഭാവികമായും നമുക്ക് മരണം സംഭവിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? ഇത് നിങ്ങളുടെ കരളിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതാണ്? എത്രയോ പ്രവർത്തനങ്ങളാണ് കരൾ ചെയ്യുന്നത്. വൃക്കകളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതാണ്? നാം കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്ന, പോഷകങ്ങളെ സ്വീകരിക്കുന്ന, വിസർജ്യത്തെ പുറന്തള്ളാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു ദഹന വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലെ മൈറ്റോകോൺട്രിയയിൽ രൂപപ്പെടുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? 5 വയസ്സിലിരുന്നത് പോലെയല്ല ഈ 50-ാം വയസ്സിൽ നമ്മൾ ഇരിക്കുന്നത് അല്ലേ? നമ്മളുടെ ശരീരത്തെ വളർത്തി സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ആ വ്യവസ്ഥ ഏതാണ്? ഈ വ്യവസ്ഥയാണ് മഹാഋഷികൾ ഈശ്വര ചൈതന്യം, പ്രാണചൈതന്യം, ദൈവം എന്നൊക്കെ വിളിച്ചത്. അതായത് ഈ കാണുന്ന ദൃശ്യ പ്രപഞ്ചത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും, ദൃശ്യ അദൃശ്യ പ്രപഞ്ചമെന്ന് നമുക്ക് പറയാം, സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചമെന്ന് നമുക്ക് പറയാം വേദാന്തത്തിൻ്റെ ഭാഷയിൽ. അപ്പോൾ നമുക്കുള്ളിലും ഈ പ്രപഞ്ചത്തിലുമുള്ള വ്യവസ്ഥകളെ നിലനിർത്തുന്ന വലിയൊരു ശക്തിയുണ്ട്. കോസ്മിക് ഇൻ്റലിജൻസ് എന്നോ സെൽഫ് അവെയർനെസ് യൂണിവേഴ്സ് എന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഭാരതീയ ഋഷികൾ വിളിച്ച ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, ഈശിനെ പരിപാലിക്കുന്ന മഹാശക്തിയെ, ആ മഹാശക്തിയാണ് നമ്മളെ നിലനിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ മഹാശക്തിയെ അറിയുന്നതിനുള്ള മാർഗമാണ് ഉപാസന എന്ന് പറയുക. ഉപാസന എന്ന വാക്കിന് അടുത്തിരിക്കുക എന്നൊരർത്ഥമുണ്ട്. അതായത് പണ്ടുകാലങ്ങളിൽ ദൈവീകമായ, ഈശ്വരീയമായ, ആധ്യാത്മികമായിട്ടുള്ള ഉപാസനകൾ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കുക. ഗുരു, ആ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ ഗു അന്ധകാരം, രു അകറ്റുന്നത്, അന്ധകാരത്തെ അകറ്റുന്നത്. നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്ഞാനപ്രകാശത്താൽ അറിവ് നൽകി അകറ്റുന്നയാളാണ് ഗുരു. എങ്ങനെയുള്ള ജ്ഞാനം? ആധ്യാത്മികമായ ജ്ഞാനം. അത് യോഗോപാസനകളോ തന്ത്രോപാസനകളോ വേദാന്ത മാർഗങ്ങളോ അങ്ങനെ ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ആധ്യാത്മിക മേഖലയിലെ വിദ്യകളായിരിക്കാം. ഇത് നമ്മളൊരു ഗുരുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. ആരാണ് ഗുരു? ഈശ്വരനെ അറിഞ്ഞയാളായിരിക്കണം, അല്ലെങ്കിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ചയാളായിരിക്കണം. പൗരാണികമായ ഒരു പരമ്പരയിൽ, ഗുരു പരമ്പരയിൽ അംഗമായ ആളായിരിക്കണം ഗുരു എന്നാണ് പറയുക. ഒരു സുപ്രഭാതത്തിൽ നമുക്കാർക്കും സ്വയം പ്രഖ്യാപിത ഗുരുക്കന്മാരാവാൻ സാധിക്കില്ല. ഭാരതീയ പാരമ്പര്യത്തിൽ അതിനൊരു ലിനേജ് ഉണ്ട്, അതിനൊരു ട്രഡീഷൻ ഉണ്ട്, അതിനൊരു പരമ്പരയുണ്ട്. ഗുരുപരമ്പരകൾ എന്നാണ് നമ്മൾ പറയുക അല്ലേ? ഒരു ഗുരുപരമ്പരകളെ വന്ദിക്കുന്നൊരു ശ്ലോകം നാം കേട്ടിട്ടുണ്ട്. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ആദി ഗുരുവും ആദിയോഗിയും പരബ്രഹ്മവും പരമേശ്വരനുമായിരിക്കുന്ന മഹാദേവനിൽ നിന്നാരംഭിച്ച് ശങ്കരാചാര്യർ മധ്യമമായി എൻ്റെ ഗുരു ആചാര്യൻ വരെ എത്തിയിരിക്കുന്ന സർവ്വ ഗുരുക്കന്മാരെയും വന്ദിക്കുന്നു. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ഗുരുഗീത ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ഗുരുവിൻ്റെ മഹത്വത്തെ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ, തിമിരത്തെ അഞ്ജനം കൊണ്ട് എഴുതി, ആ തിമിരത്തെ അകറ്റുന്ന മരുന്നുകൊണ്ട് എഴുതി തിമിരം അകറ്റുന്നയാളാണ്, അന്ധകാരം അകറ്റുന്നയാളാണ് ഗുരു എന്ന് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് അസുലഭമാണ്, അത് പൂർവ്വജന്മ സുകൃതമാണ് എന്ന് പറയും. അപ്പോൾ ഗുരു ഈശ്വരനെ അറിഞ്ഞയാളായിരിക്കണം, അല്ലെങ്കിൽ കുറേ കൂടി ഉയർന്ന തലത്തിലേക്ക് പോയാൽ ഈശ്വരനെ സാക്ഷാത്കരിച്ചയാളായിരിക്കണം.
പ്രധാനമായും നമ്മളൊരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു പരമ്പരയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പൗരാണികമായ ഗുരു പരമ്പരയിൽപ്പെട്ടതായിരിക്കണം. പരമേശ്വരനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന, സദാശിവനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള സമ്പ്രദായങ്ങളിൽപ്പെട്ട ഗുരുക്കന്മാരിൽ നിന്ന്, പരമ്പരയിൽ നിന്ന് വേണം യഥാർത്ഥ ആധ്യാത്മിക വിദ്യ അഭ്യസിക്കുവാനായിട്ട്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഇരുന്ന് ഉപദേശ രൂപേണ, അത് ഒരുപക്ഷെ ഒരു ഗുരു ഒരു മന്ത്രം ഉപദേശിക്കുന്നതാവാം. പൊതുവേ അതിന് ദീക്ഷ എന്ന് പറയാറുണ്ട്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ശക്തി സംക്രമണം എന്നാണ് അർത്ഥം. ഗുരു അല്ലെങ്കിൽ ആ പരമ്പര ആർജിച്ചിരിക്കുന്ന ശക്തിയെ സ്നേഹപൂർവം ആ ശിഷ്യനിലേക്ക്, അവൻ്റെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് വേണ്ടി ഗുരു സ്നേഹപൂർവ്വം പകർന്നു നൽകുന്നതാണ് ഉപദേശം, മന്ത്രോപദേശം എന്ന് പറയും. അപ്പോൾ ഒരു സ്പെസിഫിക് ആയൊരു മന്ത്രം, ഓം നമഃ ശിവായ. ഇപ്പോൾ ശൈവ പാരമ്പര്യത്തിലുള്ളതാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ നൽകും ഗുരു. ഇനി ഗുരു വൈഷ്ണവ പാരമ്പര്യത്തിൽ ഉള്ളയാളാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണ തുടങ്ങിയിരിക്കുന്ന വൈഷ്ണവ മന്ത്രങ്ങൾ നൽകും. ഇനി അദ്ദേഹം ശാക്തേയ ദേവി ഉപാസനാ മാർഗത്തിലുള്ള ഒരാളാണ്, നമ്മൾക്കും ദേവി ഉപാസനയാണ് താല്പര്യമെങ്കിൽ ദേവി ഉപാസനാ മന്ത്രങ്ങൾ ഓം ശ്രീമാത്രേ നമ, ഓം ശ്രീ ലളിതാംബികായേ നമ, ഓം ശ്രീ മഹാദ്രവര സുന്ദരിയേ നമ, അല്ലെങ്കിൽ ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ, സരസ്വതി ഭാവത്തിലോ മാതംഗി ഭാവത്തിലോ വിദ്യാസ്വരൂപിണിയായ ദേവിയുടെ മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ശക്തിസ്വരൂപിണിയായ ദുർഗ കാളി മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ലക്ഷ്മി സ്വരൂപിയായിരിക്കുന്ന ദേവിയുടെ മന്ത്രങ്ങൾ, ഏതാണോ നമുക്ക് താല്പര്യം. അത് സൗമ്യഭാവത്തിലും രൗദ്രഭാവത്തിലും ഒക്കെ ദേവതകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ താല്പര്യമനുസരിച്ച് ആ പരമ്പര തുടരുന്ന സമ്പ്രദായം അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് ഉപദേശം, മന്ത്രോപദേശം ലഭിക്കാറുണ്ട്. അങ്ങനെ ശാക്തേയ ദേവി മാർഗത്തിൽ ഉപദേശം ലഭിക്കും. ഇനി ഗണപതി സമ്പ്രദായം ആണ്, ഗാണപത്യ സമ്പ്രദായം തുടരുന്ന പരമ്പരയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഗണപതി മന്ത്രങ്ങൾ ഓം ശ്രീ മഹാഗണപതേ നമ, അല്ലെങ്കിൽ ഗണപതിയുടെ മൂലമന്ത്രങ്ങളൊക്കെ, നാമമന്ത്രങ്ങൾ ഏതും നമുക്ക് ഉപദേശ രൂപേണ ലഭിക്കും. ഇനി സുബ്രഹ്മണ്യ സമ്പ്രദായമാണെങ്കിൽ അങ്ങനെയുള്ള ഉപദേശങ്ങൾ ആ പരമ്പരയിൽ നിന്ന് ലഭിക്കും. ഇനി സൂര്യനെ ആരാധിക്കുന്ന പരമ്പരയാണെങ്കിൽ അതും ലഭിക്കും. അതായത് 6 സമ്പ്രദായങ്ങൾ ഭാരതത്തിൻ്റെ തന്ത്രശാസ്ത്രത്തിൽ പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപസമ്പ്രദായങ്ങളും ഉപദേവതകളും ഒക്കെയുണ്ട്. അതിൽ ശൈവം, ശാക്തേയം, വൈഷ്ണവം, ഗാണപത്യം, സ്കാന്തം, സൗരം എന്നാണ് പറയുക. ശിവനെ ആരാധിക്കുന്നു, ദേവിയെ ആരാധിക്കുന്നു, വിഷ്ണുവിനെ ആരാധിക്കുന്നു, ഗണപതിയെ ആരാധിക്കുന്നു, സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നു, സൂര്യനെ ആരാധിക്കുന്ന ഈ 6 സമ്പ്രദായങ്ങളാണ് ഭാരതത്തിൽ ഏറെ പ്രബലമായത്. ഇതുകൂടാതെ അനേകം മൂർത്തികളെ, ഉപമൂർത്തികളെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങളുമുണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഉപാസന നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത്തരത്തിലായിരിക്കണം. നമ്മളൊരു ബുക്ക് വായിച്ചോ, ഏതെങ്കിലും ഒരു മാന്ത്രിക ഗ്രന്ഥം എടുത്ത് വായിച്ചോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ സ്വയം എഴുതി വെച്ചോ അല്ല പഠിക്കേണ്ടത്. അത് ദീക്ഷാരൂപത്തിൽ, ഉപദേശ രൂപത്തിൽ, ഒരു പരമ്പരയിൽ നിന്ന് സ്വീകരിക്കണം. കാരണം അങ്ങനെ ദീക്ഷ സ്വീകരിക്കുമ്പോഴാണ്, മന്ത്രോപദേശ രൂപത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുക. കാരണം ആ ഗുരു, ആ പരമ്പര, ആ ദേവതയെ ഉപാസിച്ച്, ആ ദേവതയെ ദർശിച്ച് സിദ്ധി വരുത്തിയതാണ്. അവർ നൽകുന്ന ഉപദേശങ്ങൾക്ക്, മന്ത്രോപദേശങ്ങൾക്ക് ശക്തി കൂടുതലായിരിക്കും. അവരുടെ കൂടി, ആ ഗുരു ആർജിച്ച ശക്തി ചൈതന്യങ്ങൾ കൂടി, അല്ലെങ്കിൽ ആ പരമ്പരയുടെ ശക്തി ചൈതന്യങ്ങൾ കൂടി ദീക്ഷാരൂപത്തിൽ, മന്ത്രോപദേശ രൂപത്തിൽ നമുക്ക് തരും. അപ്പോൾ മന്ത്രം ഉപദേശിക്കുക, സ്പെസിഫിക്കായി ഇത്തരം വിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങൾ ഉപദേശിക്കുന്നത് ഒരു രീതിയാണ്. ഇങ്ങനെ വേണം നമ്മൾ എന്ത് സ്വീകരിക്കുവാനായിട്ട്? യഥാർത്ഥത്തിലുള്ള മന്ത്രോപദേശം സ്വീകരിക്കുവാനായിട്ട്. മന്ത്രം ഉപദേശിക്കുന്നത് ഒരു ദീക്ഷാക്രമമാണ്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ശക്തി സംക്രമണമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നയനദീക്ഷയുണ്ട്. ചില പ്രത്യേക സമ്പ്രദായങ്ങളിൽ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ ആ ഗുരു അല്ലെങ്കിൽ ആ ആചാര്യൻ നയനത്തിലൂടെ, കണ്ണിലൂടെ അദ്ദേഹത്തിൻ്റെ എനർജി സൂക്ഷ്മമായി നമ്മളിലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള നയനദീക്ഷാ സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ദീക്ഷയിൽ പല തലങ്ങളുണ്ട്. ശക്തിപാദ ദീക്ഷ, ഊർധ്വപാദ ദീക്ഷ, ദിവ്യപാദ ദീക്ഷ തുടങ്ങിയ ദീക്ഷകളെപ്പറ്റി ഭാരതീയ ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കുന്നത്, നയനദീക്ഷ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ശക്തിപാദ ദീക്ഷ, ഊർധ്വപാദ ദീക്ഷ, ദിവ്യപാദ ദീക്ഷ ഇങ്ങനെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഉപാസനയുടെ പല തലങ്ങൾ ചെയ്യുക. ആദ്യം ഗുരു ഒരു മന്ത്രം ഉപദേശിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഉപാസന ആരംഭിക്കാൻ. അപ്പോൾ പറഞ്ഞത്, നമ്മൾ ഉപാസന പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥ ഭാരതീയമായ ഒരു യഥാർത്ഥ ഗുരുപരമ്പരയെ, ഒരു ഗുരുവിനെ, ഒരു ആചാര്യനെ കണ്ടെത്തി ആ പരമ്പരയിൽ നിന്ന് യഥാവിധി മന്ത്രോപദേശ രൂപേണ അല്ലെങ്കിൽ ദീക്ഷാരൂപേണ ഉപാസന ആരംഭിക്കണം, സ്വീകരിക്കണം എന്നാണ്. ഇനി എന്തിനാണ് ഉപാസന നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആവശ്യം? ഭാരതത്തിൻ്റെ കർമ്മസിദ്ധാന്ത പ്രകാരം ഓരോ മനുഷ്യനും പൂർവ്വജന്മങ്ങളുണ്ട്. പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിന് മുമ്പ് നമുക്ക് പല ജന്മങ്ങളുണ്ടായിരിക്കാം. നമ്മൾ ദേവനായോ അസുരനായോ ഈ ഭൂമിയിൽ തന്നെ പല സ്ഥലങ്ങളിലോ ഒക്കെ ജനിച്ചിട്ടുണ്ടാകാം. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 84 ലക്ഷം ജീവയോനികളിലൂടെ കടന്നിട്ടാണ് അസുലഭമായ മനുഷ്യജന്മം ലഭിക്കുക.
അപ്പോൾ അങ്ങനെ പവിത്രമായ ഈ ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. നമ്മളാരും മരണമില്ലാത്തവരല്ല, നമ്മളെല്ലാം മരിക്കും. ഒരു 50 വർഷമോ 80 വർഷമോ 100 വർഷമോ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മളുണ്ടാവില്ല. പുതിയ ആൾക്കാർ, പുതിയ തലമുറയാണ് വരിക. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ മാത്രമാണ് ഭൂമിയിൽ നമ്മൾ ജീവിക്കുക. ഈ മനുഷ്യ ശരീരത്തിൽ ജീവാത്മാവ് കുടികൊള്ളുന്നത് നിശ്ചിതമായ സമയത്താണ്. അതിൻ്റെ പ്രാരാബ്ധകർമ്മം, നിശ്ചയിക്കപ്പെട്ട കർമ്മം പൂർത്തിയാകുമ്പോൾ അത് ഈ ഭൂമിയിൽ നിന്ന് കർമ്മ നിയമങ്ങൾക്കനുസരിച്ച് അടുത്ത ലോകത്തേക്ക് നമ്മൾ പോകുന്നു. വിശദമായി കർമ്മ നിയമങ്ങളെപ്പറ്റി നമുക്ക് പോഡ്കാസ്റ്റിൽ പിന്നീട് വിവരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഈ ജന്മത്തിലെ ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, നമ്മൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യജന്മത്തിൽ അനുഭവിക്കാറുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ബൗദ്ധിക പ്രശ്നങ്ങൾ, ആത്മീയ പ്രശ്നങ്ങൾ. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ബുദ്ധി ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട്, തെറ്റായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട്, പഠിക്കാത്തത് കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പല വിഷയങ്ങൾ, നമ്മുടെ ഉള്ളിൽ കോടാനുകോടി ദിവ്യപ്രഭയോടെ കുടികൊള്ളുന്ന പരമേശ്വര ചൈതന്യത്തെ അന്വേഷിക്കാത്തത് കൊണ്ട്, ഉപാസന ചെയ്യാത്തത് കൊണ്ട് നേരിടുന്ന വിവിധ വിഷയങ്ങൾ, അല്ലേ, കർമ്മദോഷങ്ങൾ, അതുപോലെ തന്നെ ആഭിചാര ദുർമന്ത്രവാദ ദോഷങ്ങൾ, ഗ്രഹദോഷങ്ങൾ, അങ്ങനെ വിവിധ ദോഷങ്ങളെപ്പറ്റി നമ്മളുടെ ഭാരതീയ സമ്പ്രദായങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളാണ് അനുഭവിക്കുന്നത്. നമ്മളുടെ ആത്മാവാണ്, ജീവാത്മാവാണ് അനുഭവിക്കുന്നത്. നമ്മൾ ഈ ശരീരം കൊണ്ട്, നമ്മളുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ബൗദ്ധിക തലം കൊണ്ടിട്ടാണ് പ്രശ്നങ്ങളെ അനുഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സുഖം കാക്ഷിക്കുന്നവരാണ്. ശാന്തി, സന്തോഷം, ആരോഗ്യം, ഐശ്വര്യം, അഭിവൃദ്ധി, ധനധാന്യ സമ്പദ് സമൃദ്ധി, ഇതെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയം എന്ന് പറയും. അപ്പോൾ ഇതിന് പലപ്പോഴും തടസ്സമാകാറുള്ളത് നമ്മളുടെ പൂർവ്വജന്മകർമ്മങ്ങളാണ്. പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പൂർവ്വജന്മങ്ങളിൽ മനസ്സാ ചിന്തിച്ചത്, വാക്കുകളിലൂടെ പറഞ്ഞത്, കയ്യും കാലും ശരീരം ഉപയോഗിച്ച് ചെയ്തത് നമ്മുടെ ഉള്ളിൽ കർമ്മമായി ഒരു മുദ്രയായി പതിക്കപ്പെടുന്നു. അത് നമുക്ക് ഈ ജന്മത്തിലും വരുന്നു. കർമ്മം രൂപപ്പെടുന്നതിന് പിന്നിൽ മനസ്സിൻ്റെ ചിന്തയും വാക്കുകളും ശരീരം ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഉണ്ടാവുക. അതാണ് മനസ്സ വാച കർമ്മണ ആണ് കർമ്മം രൂപപ്പെടുന്നത്. അപ്പം നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, ശരീരം കൊണ്ട് നല്ലത് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പുള്ള അനേക ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലേ, നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, വിതച്ചത് കൊയ്യും എന്ന് പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നന്മതിന്മകളുടെ, ഗുണദോഷങ്ങളുടെ, ശരിതെറ്റുകളുടെ, നേട്ടകോട്ടങ്ങളുടെ സമ്മിശ്രമായ ഫലം ഈ ജന്മത്തിലും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതാണ് പൂർവ്വജന്മം, പൂർവ്വജന്മ കർമ്മഫലങ്ങൾ എന്ന് ഭാരതീയ കർമ്മസിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ ഈ ജന്മത്തിൽ ആരെയും ഉപദ്രവിക്കുന്നില്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നില്ല. പല പല പ്രശ്നങ്ങൾ ശാരീരിക തലത്തിൽ, മാനസിക തലത്തിൽ, കുടുംബ തലത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ജോലിയിൽ, സാമ്പത്തിക മേഖലയിൽ ഒക്കെ വിവിധ വിഷയങ്ങളുണ്ടാകുന്നു. ഈ ജന്മം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്താണ് പോകുന്നത്, എന്നിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ഈ ജന്മത്തിൻ്റെ പ്രശ്നമല്ല. ഭാരതീയ സിദ്ധാന്തപ്രകാരം, സനാതനധർമ്മ വിശ്വാസപ്രകാരം അയാളുടെ പൂർവ്വജന്മത്തിലെ എന്തെങ്കിലും കർമ്മദോഷങ്ങളായിരിക്കും. ഇനി ഈ ജീവിതം നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ജീവിതത്തിന് ശരിയായൊരു ലക്ഷ്യബോധം വേണം, ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള ശരിയായ മാർഗം വേണം, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടുന്നതിനുള്ള ആസൂത്രണം വേണം. സർവോപരി ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. വിജയം എന്ന് പറഞ്ഞാൽ ഭൗതിക വിജയം മാത്രമല്ല, ഭൗതികവും ആത്മീയവുമായ വിജയം, ലക്ഷ്യബോധം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള കൃത്യമായ മാർഗം, അതിൽ വരാവുന്ന തടസ്സങ്ങളെ, പ്രതിസന്ധികളെ, പ്രകോപനങ്ങളെ, പരീക്ഷണങ്ങളെ മറികടക്കുന്നതിനുള്ള ശരിയായ ആസൂത്രണം, സർവോപരി ഈശ്വരാനുഗ്രഹം, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ ജന്മത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നില്ല, തൊഴിലിൽ വിജയിക്കാൻ പറ്റുന്നില്ല, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ജന്മത്തിൽ നമ്മൾ ഈ ലോയൊന്നും ലംഘിച്ചിട്ടില്ല, പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുടെ പ്രശ്നങ്ങളുടെ തുടർച്ചയായിരിക്കാം. അപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഇത് സനാതനധർമ്മ വിശ്വാസം പിന്തുടരുന്നവരാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കർമ്മത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ളവർ ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് പ്രത്യേകിച്ച് വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇത് സനാതനധർമ്മ വിശ്വാസികൾ, ഇതിൽ വിശ്വസിക്കുന്നവർ, അവർക്കുള്ള ഒരു സന്ദേശമാണ്, അവരോടുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ 100% വിശ്വസിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ ചിന്താശേഷി കൊണ്ട്, നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട്, നമ്മളുടെ ഭാരതീയരായിരിക്കുന്ന പൂർവ്വസൂരികളായിരിക്കുന്ന മഹാർഷികൾ, മഹാഗുരുക്കന്മാർ, നമ്മളുടെ വേദ ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ ഇതിനെയൊക്കെപ്പറ്റി, പൂർവ്വജന്മത്തെപ്പറ്റി, പുനർജന്മത്തെപ്പറ്റി, കർമ്മനിയമങ്ങളെപ്പറ്റി, ജീവിത വിജയത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി എന്തു പറഞ്ഞു എന്നുകൂടി മനസ്സിലാക്കിയിട്ട് എൻ്റെ ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുക. കൊള്ളേണ്ടതിനെ കൊള്ളുക, നിങ്ങളുടെ യുക്തിക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തതിനെല്ലാം തള്ളുക. ഓക്കെ, സ്വതന്ത്രമായ
മനസ്സോടുകൂടി തുറന്ന മനസ്സോടെ ഇത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൂർവ്വജന്മ കർമ്മങ്ങൾ ഈ ജന്മത്തിലെ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഈ ജന്മത്തിൽ അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ഇല്ലാത്തൊരു ജീവിതമാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം. ഒരാൾ നിരന്തരമായി പുകവലിക്കുന്നു, മദ്യപിക്കുന്നു, അയാൾക്ക് ഈ പറയുന്ന ശ്വാസകോശാർബുദം അല്ലെങ്കിൽ മദ്യപാനത്തിലൂടെ ലിവർ സിറോസിസ് പിടിപെട്ടു. അതിനാരും കാരണക്കാരല്ല, അയാൾ തന്നെയാണ് ഈ ജന്മത്തിൽ ഈ ജീവിതത്തിൽ ആരോഗ്യ നിയമങ്ങളെ ലംഘിച്ചതുകൊണ്ട്. അതറിഞ്ഞോ അറിയാതെയോ ആകാം അയാൾക്ക് അസുഖങ്ങൾ വരാം. 2, ഈ ജന്മത്തിൽ വളരെ ഫ്രഷായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു, നന്നായിട്ട് വ്യായാമം ചെയ്യുന്നു, ആരോഗ്യ നിയമങ്ങൾ പാലിക്കുന്നു, എന്നിട്ടും ചില രോഗങ്ങൾ വരുന്നു. അത് പലതും പൂർവ്വജന്മത്തിൻ്റേതാവാം. അപ്പോൾ ഈ 2 വീക്ഷണത്തിൽ വേണം കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ. പൂർവ്വജന്മവുമുണ്ട്, ഈ ജന്മവുമുണ്ട്. അപ്പോൾ ഏത് ജന്മത്തിലെ പ്രശ്നമാണെങ്കിലും, ഈ ജന്മത്തിലെ പ്രശ്നമാണെങ്കിലും പൂർവ്വജന്മത്തിലെ പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ ഒരു മാർഗം മഹായോഗികൾ, മഹർഷികൾ, ഗുരുപരമ്പരകൾ പറയുന്നത് ഉപാസനയാണ്. യഥാവിധി ഒരു ഗുരുവിൽ നിന്ന്, ഒരു പരമ്പരയിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് യോഗയോ തന്ത്രയോ വേദാന്തമോ ആധ്യാത്മിക ശാസ്ത്രങ്ങളോ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കുക. 24 മണിക്കൂറാണ് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് ജീവിച്ചിരുന്നവർക്കും ഇപ്പോൾ ജീവിക്കുന്നവർക്കും ഇനി ജീവിക്കാൻ പോകുന്നവർക്കുമുള്ളത് 24 മണിക്കൂറാണ്. മെൻലോക്കിലെ മാന്ത്രികൻ എന്നു പേരായിരുന്ന തോമസ് ആൽവ എഡിസൺ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ്. അദ്ദേഹം തൻ്റെ 24 മണിക്കൂർ ഉള്ള ഒരു ദിവസം, അതിൽ 10-18 മണിക്കൂർ സമയം നിരന്തരമായി പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം ജീവിതം ഒഴിഞ്ഞുവെച്ചു, പൂർണ്ണമായ സമർപ്പണം ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം മെൻലോക്കിലെ മാന്ത്രികനായി മാറിയത്. വൈദ്യുത ബൾബ് ഉൾപ്പെടെയുള്ള കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് നൽകിയത്. രാമകൃഷ്ണ പരമഹംസർ ആധ്യാത്മിക മേഖലയിൽ വിജയിച്ച ഒരു മഹാപുരുഷനാണ്, മഹായോഗിയാണ്. അദ്ദേഹം തൻ്റെ സമയവും ഊർജവും ശ്രദ്ധയും ഈശ്വരീയ അന്വേഷണത്തിന്, ദേവീ ദർശനത്തിന്, ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഉപയോഗിച്ചു. 18 മണിക്കൂർ 20 മണിക്കൂർ രാമകൃഷ്ണൻ ധ്യാനം ചെയ്തു, ഉപാസനകൾ ചെയ്തു. അദ്ദേഹം ആ മേഖലയിൽ വിജയിച്ചു. അപ്പോൾ ഭൗതിക മേഖലയിൽ വിജയിച്ച തോമസ് ആൽവ എഡിസൺ 18 മണിക്കൂറോളം ഭൗതിക കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയവും ഊർജവും ശ്രദ്ധയും വിനിയോഗിച്ചപ്പോൾ അവിടെ വിജയിച്ചു. രാമകൃഷ്ണ പരമഹംസർ ആധ്യാത്മികമായ വിജയത്തിന് തൻ്റെ സമയവും ഊർജവും ശ്രദ്ധയും വിനിയോഗിച്ചപ്പോൾ അദ്ദേഹം അവിടെ വിജയിച്ചു. ഇതാണ് വിജയത്തിൻ്റെ ഒരു പ്രധാന നിയമം. എവിടെയാണോ നമ്മൾ ശരിയായ ശ്രദ്ധയോടെ, ഊർജത്തോടെ, സമയത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെ വിജയമുണ്ടാകും. ഒപ്പം ലക്ഷ്യബോധവും ശരിയായ മാർഗവും പിന്നെ ആസൂത്രണവും സർവോപരി ഈശ്വരോപാസനയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നാണ് പറയുക. ഇതാണ് ഉപാസനയുടെ പ്രാധാന്യം. നമ്മൾ കൃത്യമായ ജീവിതത്തിൽ ഒരു ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ശാരീരികമായ ഊർജ്ജസ്വലത, മാനസികമായ ശാന്തി, ബൗദ്ധികമായ ഉണർവ്, ആത്മീയമായ ഉണർവ്, ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണം അത് ശക്തമാക്കാനായിട്ട് യഥാവിധിയുള്ള ഉപാസനകൾ നമ്മളെ സഹായിക്കും. അതാണ് ജീവിതത്തിൽ ഉപാസനയുടെ പ്രാധാന്യം. ഭൗതിക രംഗത്തെയും ആത്മീയ രംഗത്തെയും വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉപാസന നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് ഗുരുക്കന്മാർ പറയുന്നു. ഇനി എങ്ങനെയാണ് ഉപാസന പഠിക്കേണ്ടത്? അതാണ് ആദ്യം പറഞ്ഞത്. ശരിയായ ഒരു ഗുരുവിനെ, ഒരു പരമ്പരയെ കണ്ടെത്തി നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം. ചിലർക്ക് മന്ത്രങ്ങൾ ജപിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് പ്രാണായാമങ്ങളിലായിരിക്കും താല്പര്യം, ചിലർക്ക് ധ്യാനം ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് ശ്രീവിദ്യ ഇഷ്ടമാണ്, ചിലർക്ക് യോഗ ഉപാസനകളായിരിക്കും ഇഷ്ടം, ശിവകുണ്ടലിനി യോഗം, ശരയോഗം, ശിവരാജയോഗം, അങ്ങനെ ഏത് വിദ്യയാണോ അതെല്ലാം യഥാർത്ഥ ഒരു പരമ്പരയിൽ നിന്ന് സ്വീകരിക്കുകയും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടാക്കി ദിവസമുള്ള ജീവിതത്തിൽ, അതാണ് 24 മണിക്കൂറിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സമയത്തെ ശരിയായ രീതിയിൽ ലക്ഷ്യബോധത്തോടെ മാർഗമറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കണം. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഉപാസന എന്ന് പറഞ്ഞു, എന്തിനാണ് ഉപാസന എന്ന് പറഞ്ഞു, നമ്മൾ ശരിയായ ഗുരുപരമ്പരയിൽ നിന്ന് വേണം ഉപാസന സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഉപാസനയിലൂടെയുള്ള ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരുപാടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്രധാന 4 മേഖലകൾ, നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബുദ്ധി, നമ്മുടെ ആത്മാവ്, അതായത് ഞാൻ എന്ന വ്യക്തി, നിങ്ങൾ എന്ന വ്യക്തിയെ പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുവാൻ ഉപാസന സഹായിക്കും. 2, നമ്മൾ ജീവിക്കുന്ന സമാജം, കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം. കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം. വ്യക്തിയും സമാജവും. വ്യക്തിക്ക് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവുള്ളതുപോലെ ശരീരത്തിനും സമാജത്തിനും 4 ഘടകങ്ങളുണ്ട്. കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം. വ്യക്തികളുടെ കൂട്ടമാണ് കുടുംബം. കുടുംബങ്ങൾ ചേരുന്നതാണ് സമൂഹം. സമൂഹം ചേരുമ്പോൾ രാഷ്ട്രം. രാഷ്ട്രങ്ങൾ ചേരുന്നതാണ് ലോകം. അപ്പോൾ ആത്യന്തികമായി വ്യക്തിയിൽ നന്മയുണ്ടായാൽ കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ലോകത്തിലും മാറ്റമുണ്ടാകും, മാനവ പരിണാമമുണ്ടാകും. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൻ്റെ അനേകം പേരുകളിലൊന്ന് മാനവ പരിണാമശാസ്ത്രം എന്നുള്ളതാണ്. അപ്പോൾ സനാതനമായ ധർമ്മം, നിത്യനൂതനമായ ശാശ്വതമായ അനശ്വരമായ ഈശ്വരീയ വ്യവസ്ഥയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മം
ആര്യധർമ്മം, ആർഷധർമ്മം, വൈദികധർമ്മം, മാനവ പരിണാമശാസ്ത്രം എന്നൊക്കെ ഋഷികൾ ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സനാതനധർമ്മത്തിൽ ജീവിക്കുന്ന ഭാരതീയരായിരിക്കുന്ന സനാതനധർമ്മികളായിട്ടുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ പൂർണ്ണ വിജയമെത്താൻ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും താപത്രയങ്ങളെയും എല്ലാം ഇല്ലാതാക്കി ഭൗതിക ആത്മീയ രംഗങ്ങളിൽ പരിപൂർണ വിജയികളായിട്ട് മാറുവാൻ ഉപാസന നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഉപാസനാ രഹസ്യങ്ങളിൽ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് ഉപാസന, എന്തിനാണ് ഉപാസന, എവിടെ നിന്ന് ഉപാസന സ്വീകരിക്കണം, അതിൻ്റെ ഗുണങ്ങൾ പ്രയോജനങ്ങളാണ്. മറ്റു കാര്യങ്ങൾ അടുത്ത പോഡ്കാസ്റ്റിൽ പറയാം. നമസ്തേ. ഓം നമഃ ശിവായ.